പൂക്കളത്തൂർ CHMHS സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷംസാനാണ് മരിച്ചത്. കുളിമുറിയിൽ കയറിയ ഷംസാനെ ഉമ്മ പുറത്തുനിന്ന് വിളിച്ചെങ്കിലും മറുപടിയൊന്നും വന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനാൽ ഉമ്മ വാതിൽ പൊളിച്ചു നോക്കി. വെന്റിലേറ്ററിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. SSLC പരീക്ഷയുടെ റിസൾട്ട് കടന്നു വന്നു. എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നത് പോലെ ഒരു വാർത്ത കേട്ടു. വല്ലാത്ത പ്രയാസമാണ് ഹൃദയത്തിനുണ്ടാക്കിയത്. എന്താണെന്നറിയണ്ടേ? ഒന്ന് കേട്ടു നോക്കി. പൂക്കളത്തൂർ CHMHS സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷംസാനാണ് മരിച്ചത്. കുളിമുറിയിൽ കയറിയ ഷംസാനെ ഉമ്മ പുറത്തുനിന്ന് വിളിച്ചെങ്കിലും മറുപടിയൊന്നും വന്നില്ല. ഏറെ നേരം കഴിഞ്ഞിട്ടും വാതിൽ തുറക്കാത്തതിനാൽ ഉമ്മ വാതിൽ പൊളിച്ചു നോക്കി. വെന്റിലേറ്ററിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. SLC പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഷംസാന് ഉയർന്ന മാർക്ക് നേടാനായില്ലെന്നാണ് വിവരം. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കരുതുന്നു. 2 വിഷയങ്ങളിൽ A+ നേടിയ ഷംസാന് ഒരു വിഷയത്തിൽ A ഗ്രേഡാണ് കിട്ടിയത്. മറ്റ് 2 വിഷയങ്ങളിൽ B+ഉം ഒരു വിഷയത്തിൽ C+ഉമാണ് ലഭിച്ചത്. 3 വിഷയത്തിൽ C ഗ്രേഡാണ് നേടാനായത്. കെമിസ്ട്രിയിൽ D ഗ്രേഡാണ് ലഭിച്ചത്. ഇന്ന് 1 മണിക്ക് കാരാപ്പറമ്പ് സ്കൂളിൽ പൊതുദർശനത്തിന് ശേഷം 2-ന് കാരാപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. ഉമ്മ ഫാത്തിമ കൊണ്ടോട്ടി, സജ്മിൽ, ഫൗസാൻ, അഫ്നാൻ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ. പരീക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫെയിലായതിനല്ല ആ മകൻ ആത്മഹത്യ ചെയ്തത്. മറിച്ചോ, മാർക്ക് നോക്ക് നിങ്ങൾ. ശരാശരി ഒരു കുട്ടി മാർക്ക് വാങ്ങുന്നതിൻ്റെ എത്രയോ ഇരട്ടി മാർക്കുണ്ട്. എന്നിട്ടാണ് ബാത്റൂമിൽ കയറിയിട്ട് ആ മകൻ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല അത്. കാരണം അവൻ പ്രതീക്ഷിച്ചത് ഫുൾ A+ ആകും. ആ ഫുൾ A+ അവന് കിട്ടാത്തത് കൊണ്ട്, അവനെ ഫുൾ A+ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ തോറ്റു. അവൻ്റെ ജീവിതം പിന്നെ മുന്നോട്ട് ഇനി ഒന്നിനും പറ്റൂല എന്നുള്ള നിലമയിലേക്ക് ചിലപ്പോൾ അവൻ്റെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആ കുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി അവന് ചിന്തിക്കാനുള്ള പക്വത ഉണ്ടാവില്ല. അവൻ്റെ മാർക്ക് കണ്ടപ്പോൾ അവൻ തകർന്നു പോയിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുളിമുറിയിൽ കയറിയിട്ട് തൂങ്ങി മരിച്ചു എന്ന വാർത്ത. ആ രക്ഷിതാക്കൾ ഈ ദൃശ്യം കണ്ട ഒരു സമയമുണ്ടല്ലോ, ഉമ്മ കുഴഞ്ഞു വീണിട്ടുണ്ടാകൂലേ? ഉപ്പ ഈ ഒരു വാർത്ത അറിയുമ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? എത്രയോ കൊല്ലങ്ങളായിട്ട് ഓരോ SSLCയുടെ റിസൾട്ട് അല്ലെങ്കിൽ +2വിൻ്റെ റിസൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ എക്സാമുകളുടെ ഒക്കെ റിസൾട്ട് ഔട്ട് ചെയ്യുമ്പോൾ അത് കുട്ടികൾ മനസ്സിലാക്കുമ്പോൾ പല കുട്ടികളുടെയും മരണവാർത്തകളാണ് നമ്മൾ ഇതുപോലെ കേൾക്കുന്നത്. കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, മാനസികമായിട്ട് തളർത്തുകയാണ്. അവസാനം എന്താണ് നേടാൻ കഴിഞ്ഞത്? ആ കുട്ടി അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയപ്പോൾ അവനെ നിങ്ങൾ ചിലപ്പോൾ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ടാവും ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക. പക്ഷെ അവൻ ഉയരങ്ങൾ കീഴടക്കിയോ? ഇല്ല. എന്നേക്കുമായിട്ട് അവനിൽ നിങ്ങൾ ചെലുത്തിയ പ്രഷർ, ആരാണോ അത് ചെയ്തത് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ അയാൾ ഇതിന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കാരണം ആ കുട്ടിയുടെ ഉള്ളിൽ ചെലുത്തിയ പ്രഷർ, ആ പ്രഷർ താങ്ങാൻ കഴിയാതെയാണ് അവൻ എത്രയോ ഉയരങ്ങളിലേക്ക് എത്തും അവൻ്റെ മാർക്ക് എന്ന് അവൻ വിചാരിച്ചപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റാതിരുന്നപ്പോൾ ജീവിതത്തിൽ തളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കി. ചില രക്ഷിതാക്കൾ മക്കളെ വേറെ മക്കളുമായിട്ട് കമ്പയർ ചെയ്യും. അത് ചിലപ്പോൾ കുടുംബത്തിലുള്ള വ്യക്തികളാകാം, അയൽവാസികളാകാം, അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പായിട്ട് പഠിക്കുന്ന കുട്ടികളാകാം. അവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യും. അവനേക്കാൾ കൂടുതൽ മാർക്ക് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് കുട്ടികളെ ചിലപ്പോൾ തല്ലും, മാനസികമായിട്ട് ഹറാസ് ചെയ്യും. അവരുടെ കൊച്ചു മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമേൽ പ്രഷറാണ് അവരിൽ ചെലുത്തുന്നത്. എന്താ ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ കുട്ടിക്ക് ഇത് മുഴുവനും അങ്ങോട്ട് തിരിയുന്നോ? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ കുട്ടികൾക്കും ഒരേ ബുദ്ധിയല്ല. നിങ്ങളുടെ ബുദ്ധി എത്രത്തോളമുണ്ടോ നിങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ കുട്ടി ഉരുതിരിഞ്ഞുണ്ടാവുന്നത്. നിങ്ങളും നിങ്ങളുടെ ഭർത്താവിൽ നിന്നുമാണ് നിങ്ങളുടെ കുട്ടി ഉണ്ടാകുന്നത്. അവരുടെ ജീന് നിങ്ങളുടെ ജീനുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം
ഉണ്ടോ അതിനനുസരിച്ച് ആ കുട്ടിക്കും ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. വേറെ കുട്ടികൾക്ക് ചിലപ്പോൾ ഹൈ ലെവൽ ബുദ്ധി ഉണ്ടാകും. ആ ഒരു കുട്ടിയെ നിങ്ങളുടെ കുട്ടി അതേപോലെ തന്നെ ആവണമെന്ന് പറഞ്ഞുകൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഒരിക്കലും നമ്മുടെ മക്കളിൽ ചെയ്യരുത്. ചില രക്ഷിതാക്കൾ തല്ലും. അത്ര ഒരു 2-3 മാർക്ക് അല്ലെങ്കിൽ ഒരു 10% മാർക്ക് ഒക്കെ കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികൾ അങ്ങേയറ്റം മാനസികമായി പീഡിപ്പിക്കുന്ന രക്ഷിതാക്കളുണ്ട്, മർദ്ദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവസാനം അതിൻ്റെ ഒക്കെ ഫലം ഇതുപോലെ വന്ന് നിൽക്കുമ്പോൾ ആ സമയത്ത് വാവിട്ട് നന്നായിട്ട് കരയണം. നിങ്ങൾ ആ ഒരു കരച്ചിലുണ്ടല്ലോ, അതാ കുട്ടി നിങ്ങൾ ആ പരീക്ഷൻ്റെ സമയത്ത് അവരിൽ ചെലുത്തിയ പ്രഷറിൻ്റെ ഒരു ഭാഗം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ മക്കളുടെ ബുദ്ധി, അവൻ്റെ സ്കില്ല്, അവൻ്റെ കഴിവുകൾ അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിലവന് പ്രോത്സാഹനം നൽകുക. എന്നാൽ അവർ ഉയരങ്ങൾ കീഴടക്കും. അതല്ലാതെ വേറെ ഒരു കുട്ടിയുമായിട്ട് നമ്മുടെ മക്കളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ആ കുട്ടിക്ക് അങ്ങനെ ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ എത്ര തന്നെ ഫോഴ്സ് ചെയ്താലും അവനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. അതിന് പകരമായിട്ട് നമ്മുടെ മക്കളുടെ സ്കില്ല് മനസ്സിലാക്കിയിട്ട് ആ സ്കില്ലിൽ അവൻ എന്തൊക്കെ നേടാൻ പറ്റും അതവന് ചെയ്തു കൊടുക്കുക. ഉയരങ്ങൾ കീഴടക്കിയിട്ട് നിങ്ങളുടെ മക്കൾ കാണിച്ചു തരും. ചിലപ്പോൾ പഠനത്തിൽ ചില കുട്ടികൾക്ക് മികവുണ്ടാകില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SSLC എന്ന് പറയുന്ന അല്ലെങ്കിൽ +2 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിഗ്രി, ഈ 3 കാറ്റഗറിയിലാണ് കൂടുതൽ പ്രഷർ ചെലുത്തുന്നത്. കാരണം എന്താണെന്നറിയോ? SSLCക്ക് ഫുൾ മാർക്ക് കിട്ടി അല്ലെങ്കിൽ വലിയ മാർക്കോട് കൂടെ പാസ്സായാലേ സയൻസ് എടുക്കാൻ പറ്റുള്ളൂ. സയൻസ് എടുത്താലാണ് MBBS പോലെയുള്ള വലിയ വലിയ ജോബുകൾ കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കുട്ടികളങ്ങനെ പ്രഷർ ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരിക്കലും ചെയ്യരുത്. ചില മക്കളുടെ രക്ഷിതാക്കൾ ചിലപ്പോൾ അവർ ഡോക്ടറാവാം, വക്കീലാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്താൻ ഫുൾ മാർക്ക് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. മറിച്ച് നിങ്ങളുടെ മക്കൾക്ക് നിരന്തരം പ്രോത്സാഹനം കൊടുക്കുക. ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയിൽ മാർക്ക് കൂടാൻ വേണ്ടിയിട്ട് അവനെ നല്ല രൂപത്തിൽ അവനെ ഫോഴ്സ് ചെയ്യാതെ, നിനക്ക് പറ്റും, നീ വിചാരിച്ചാൽ നിന്നെക്കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാനസികമായിട്ട് ഹറാസ് ചെയ്യാതെ അവനെ പ്രോത്സാഹനത്തിലൂടെ ഒന്ന് കൊണ്ടുവന്നാൽ ചിലപ്പോൾ കുട്ടികൾ നല്ല മാർക്ക് മേടിക്കും. ചില രക്ഷിതാക്കൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അടുത്ത പരീക്ഷക്കെങ്ങാനും ഈ മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇജിന്നെ പിന്നെ ഉപ്പാന്ന് വിളിക്കണ്ട, ഉമ്മാന്ന് വിളിക്കണ്ട എന്ന് പറയും. നമ്മൾ ചില റീൽസൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പറയും DNA ടെസ്റ്റ് അല്ല കഴിഞ്ഞത്, മറിച്ച് എന്താണ് പരീക്ഷൻ്റെ ഫലമാണ് വരുന്നത്. ട്രോളുകൾ വരെ ഇറക്കിയില്ലേ. കാരണം എന്താ? അന്നലയിലേക്ക് നമ്മളൊക്കെ കൂപ്പ് കുത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. SSLC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ +2-ന് അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ഇതിലൊക്കെ ഫുൾ A+ കൂടി അല്ലാന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഏറ്റവും വലിയ മാർക്ക് നേടിയിട്ട് പുറത്തേക്ക് കടന്നു വരുന്ന എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്ര വ്യക്തികൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്? ചുരുക്കം ആളുകളെ കാണുകയുള്ളൂ. എന്നാലോ ഓരോ കുട്ടിയുടെയും സ്കില്ലുകൾ മനസ്സിലാക്കിയിട്ട് ആ സ്കില്ലിനനുസരിച്ച് അവർ ഉയർച്ച കൈവരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിജയിച്ചവരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഇനി അടുത്ത വർഷം അല്ലാന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന പരീക്ഷകളിൽ എൻ്റെ കുട്ടിയുടെ ജീവൻ ഞാൻ കാരണം പൊലിഞ്ഞു പോകാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആ പൊന്നുമോന് അള്ളാഹു സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളാണ്, നമ്മുടേതാണ്. നമ്മളിൽ എത്രത്തോളം ഉണ്ടോ അതേ അവരിലുണ്ടാവുള്ളൂ. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.